അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പലരും ചോദിക്കുന്നു, രാത്രി നമസ്കാരം അഥവാ തഹജ്ജുദ് നമസ്കാരം എത്ര റക്അത്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം, രാത്രി നമസ്കാരം ഈരണ്ടായി എത്ര വേണമെങ്കിലും നമസ്കരിക്കാം. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം എങ്ങനെയാണ്? ഫഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ന ഈരണ്ടായി നിർവഹിക്കാം. ഫഇദാ ഖശീത സുബ്ഹ, സുബഹിയാകുമെന്ന് ഭയപ്പെട്ടാൽ, അഥവാ സുബഹി ബാങ്ക് ഭയപ്പെട്ടാൽ, ഫഔതിർ ബിവാഹിദ, ഒരു റക്അത്ത് കൊണ്ട് വിത്റാക്കുക. തൂത്തിറു ലക മാ ഖദ് സല്ലൈത്, നീ നേരത്തെ നമസ്കരിച്ചതിനെ അത് ഒറ്റയാക്കും. നമുക്കറിയാം, രാത്രി നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, നിങ്ങളുടെ രാത്രി നമസ്കാരത്തെ നിങ്ങൾ വിത്ര കൊണ്ട് അവസാനിപ്പിക്കണം, വിത്രനെ അവസാനത്തിലേക്ക് ആക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ ഖൈർ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മസ്ന എന്നാണ്. ഈരണ്ടായി എത്രയും നമസ്കരിക്കാം. 2, 4, 6, 8, 10, 12, 14, 16 എത്രയും നമസ്കരിക്കാം. പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ ഒരു റക്അത്ത് കൊണ്ടോ അല്ലെങ്കിൽ 3 റക്അത്ത് കൊണ്ടോ ഒറ്റയാക്കുക. മറ്റൊരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമർ ഇബ്നു അബസ അസ്സുലമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാത്രിയുടെ അവസാനത്തിലാണ് രാത്രി നമസ്കാരം ഖൈറായത്. ഫസല്ലി മാ ശിഅ്ത, നിനക്കിഷ്ടമുള്ളത്ര നമസ്കരിച്ചോ എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, രാത്രി നമസ്കാരം ഈരണ്ടായി നമുക്ക് എത്രയും നമസ്കരിക്കാം. തഹജ്ജുദ് അവസാനിപ്പിക്കുമ്പോൾ അത് ഒറ്റയിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് കൂടുതൽ ഖൈർ. കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തത്തുല്യമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.